ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നർ സ്ഥാനം ജാസ്മിൻ അർഹിച്ചിരുന്നുവോ? കുറഞ്ഞപക്ഷം 2ാം സ്ഥാനത്തെങ്കിലും ജാസ്മിൻ എത്തേണ്ടിയിരുന്നില്ലേ? ഈ ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പല മേഖലകളിൽ നിന്നായി ഉയർന്നു കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴിതാ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് DFK ഫിറോസ് ഖാൻ തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചെറിയ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങേയറ്റം മോശമായിട്ടുള്ള ജഡ്ജ്മെന്റ് എന്ന് തന്നെയാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് വിലയിരുത്തിയിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, അതിനുശേഷം ചില കാര്യങ്ങൾ പറയാം. എന്ത് നാണം കെട്ട ജഡ്ജ്മെന്റ് ആയിപ്പോയി. ഒരു വ്യക്തിയെ വെച്ച് വിറ്റ് അവളെ എത്രത്തോളം തരം താഴ്ത്തി പോർട്രേറ്റ് ചെയ്യാമോ അത്രത്തോളം അങ്ങനെ പോർട്രേറ്റ് ചെയ്ത് അവളെ വെച്ച് ബിസിനസ് ചെയ്ത് അത് നാറികൾ ചെയ്ത എന്ത് ജഡ്ജ്മെന്റാണത്? ഇതിലും ഭേദം വേറെ വല്ല പണിക്കും പോയിക്കോളൂ. ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റിനെ വെച്ചിട്ടാണ് ഈ ബിഗ് ബോസ് തീർച്ചയായും എന്തെന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് പോയത് ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അവളെ ഏറ്റവും വൃത്തികേടായിട്ട് തന്നെ പോർട്രേറ്റും ചെയ്തു. എന്നിട്ട് പ്രൈസ് കൊടുത്തതോ എന്ത് ജഡ്ജ്മെന്റാണ്? അത് അവൾക്ക് 3rd പ്രൈസ്, 3ാം സ്ഥാനം. നാണമില്ലാത്ത ജഡ്ജ്മെന്റ് ആയിപ്പോയി, വളരെ നാണമില്ലാത്ത ജഡ്ജ്മെന്റ് ആയിപ്പോയി. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇതിന്റെ പേരിൽ എനിക്ക് കുറെ വർക്കുകളൊക്കെ പോയി കിട്ടും, എന്നാലും ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലെ ഒരു മുൻകാല മത്സരാർത്ഥിയും അപ്പോൾ തന്നെ ബിഗ് ബോസ് എന്ന ഈ ഷോയെ ഏറ്റവും അധികം നല്ല രീതിയിൽ അടുത്തു നിന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയും എന്ന നിലയിൽ ഫിറോസ് ഖാൻ പറയുന്ന പല കാര്യങ്ങളോടും യോജിക്കുവാൻ കഴിയുന്നില്ല. ഇത് ജഡ്ജ്മെന്റ് അല്ല എന്നുള്ളത് ആർക്കാണ് അറിയാൻ കഴിയാത്തത്? പ്രേക്ഷകരുടെ വോട്ട് കൊണ്ട് മാത്രം ഒരു മത്സരാർത്ഥി വിജയിച്ചു കയറുന്ന ഒരു റിയാലിറ്റി ഷോ, ആ ഷോയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് DFK ഇപ്പോൾ ബിഗ് ബോസിനെതിരെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പലരുടെയും കാഴ്ചപ്പാടുകൾ പലതാണ്, പലരുടെയും മനോഭാവങ്ങൾ പലതാണ്. ബിഗ് ബോസിനുള്ളിൽ നിൽക്കുന്ന ഓരോ മത്സരാർത്ഥികൾക്കും ഓരോ തരത്തിലുള്ള ക്യാരക്ടറും വിഭിന്നമായ അഭിപ്രായങ്ങളും ഉള്ളതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും വിഭിന്നമായ ക്യാരക്ടറും വിഭിന്നമായ അഭിപ്രായങ്ങളുമാണ്. ജാസ്മിൻ ചെയ്തതിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ജാസ്മിനെ ഒരു തരത്തിലും ഇഷ്ടമില്ലാത്ത വെറുക്കുന്ന മറ്റൊരു കൂട്ടം ആൾക്കാരുണ്ട്. ജിൻഡോയ്ക്കെതിരെയും അർജുനെതിരെയും സംസാരിക്കുന്നവരുണ്ട്. ഫൈനൽ 5-ൽ വന്നിരിക്കുന്ന എല്ലാ മത്സരാർത്ഥികളെയും ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ വെറുക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഈ ആൾക്കാരുടെ വോട്ട് കൊണ്ട് മാത്രമാണ് ഒരു മത്സരാർത്ഥി വിജയ കിരീടത്തിലേക്ക് നടന്നെടുക്കുന്നത്. DFK പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമാണ്. ഈ സീസണിൽ ഏറ്റവും അധികം കോണ്ടന്റ് വാരി വിതറിയ ഒരു വ്യക്തി ജാസ്മിൻ ആയിരുന്നു. ഈ സീസണിൽ ഏറ്റവും അധികം ചവിട്ടി അരയ്ക്കപ്പെട്ട ഒരു മത്സരാർത്ഥി ജാസ്മിൻ മാത്രമായിരുന്നു. ജാസ്മിനെ ഞെക്കിപ്പിഴിഞ്ഞെടുത്ത് ആ കണ്ടന്റുകൾ വിറ്റ് കാശാക്കിയതാണ് ഏഷ്യാനെറ്റും എൻ്റെ മോൾ ഷൈനും ബിഗ് ബോസും ഒക്കെ. ആ ജാസ്മിന് കുറച്ചുകൂടി മാന്യമായ ഒരു പൊസിഷൻ ലഭിച്ചില്ല എന്നുള്ളത് തീർച്ചയായിട്ടും പരിതാപകരമായ ഒരു കാര്യം തന്നെയാണ്. സങ്കടമുണ്ട്. പക്ഷെ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബിഗ് ബോസിൽ മത്സരിക്കാൻ പോകുന്ന മത്സരാർത്ഥികൾ ഒരു ദിവസം പെട്ടെന്ന് ഒന്നും അറിയാതെ ഈ ഷോയ്ക്കകത്ത് എത്തിച്ചേരുന്നതല്ല. 1ാം സീസണിലുള്ള വ്യക്തികളായിരുന്നുവെങ്കിൽ നമുക്കത് ഓക്കെ എന്ന് പറയാമായിരുന്നു. എന്നാൽ 2ാം സീസൺ മുതൽ ഈ 6ാം സീസൺ വരെ എത്തി നിൽക്കുമ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും ഈ ഷോ എന്താണെന്നും അതിനകത്ത് എങ്ങനെ കളിക്കണമെന്നും ആരായിരിക്കും ഇതിനകത്ത് വിജയകിരീടം ചൂടുന്നതെന്നുമൊക്കെ പുറത്തുനിന്ന് പലയാവർത്തി കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ജനത്തിന് ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് ജനത്തിന്റെ പ്രീതി പിടിച്ചു പറ്റുവാൻ എന്ത് ചെയ്യണം എന്നുള്ളത് പ്രായോഗിക ജ്ഞാനമുള്ളവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാൻ കഴിയും. 23 വയസ്സ് മാത്രമേ ജാസ്മിൻ ഉള്ളൂവെങ്കിൽ പോലും 23ന്റെ പക്വതയല്ല, അതിനേക്കാൾ ഉയർന്ന പക്വതയും വലിയ നിലവാരവും ഒക്കെ പലപ്പോഴും ജാസ്മിൻ അവിടെ വെച്ചു പുലർത്തുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ജാസ്മിന് ജനഹൃദയത്തെ വായിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ജാസ്മിന്റെ പരാജയം തന്നെയാണ്. 24 മണിക്കൂറും ജനലക്ഷങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോയുടെ ഉള്ളിൽ ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ഭാഗമായിരിക്കുന്ന വ്യക്തി ഏത് നിലവാരം പുലർത്തണം എന്നുള്ളത് ജാസ്മിൻ അറിയില്ലായിരുന്നോ? എത്രമാത്രം തരം താഴാമോ അത്രമാത്രം തരം താഴ്ന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ചില സമയങ്ങളിലൊക്കെ ജാസ്മിൻ പോയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, 1000 നല്ല കാര്യങ്ങൾ പറഞ്ഞാലും 1000 നന്മ പ്രവർത്തിച്ചാലും അതിനിടയിൽ ഒരു തിന്മ വന്നാൽ ആ ഒരു തിന്മ മാത്രമായിരിക്കും സമൂഹം എല്ലാ കാലഘട്ടത്തിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുക. കാരണം ജനങ്ങൾക്ക് അത് മറക്കുവാൻ ഒരിക്കലും കഴിയില്ല. ഇത് നന്നായി മനസ്സിലാക്കിയ വ്യക്തികൾ അതിനനുസരിച്ച് ബിഹേവ് ചെയ്തു. അവർക്കും തെറി പറയാൻ അറിയാം, അവർക്കും അടിക്കുവാനും ബഹളമുണ്ടാക്കുവാനും മോശമായിട്ട് ബിഹേവ് ചെയ്യുവാനും നന്നായി അറിയാം. പക്ഷേ ഈ ഒരു മത്സരത്തിന്റെ മുൻപോട്ടുള്ള നീക്കത്തിൽ ഓരോ നിമിഷവും അവർ ശ്രദ്ധാലുക്കളായിരുന്നു, പ്രേക്ഷകരെ വെറുപ്പിക്കാതിരിക്കുവാൻ വേണ്ടി. എന്നാൽ പ്രേക്ഷകർ എന്ന ബോധം വിട്ടിട്ട് ജാസ്മിൻ തന്റേതായ മറ്റൊരു ലോകത്തേക്ക് ഒതുങ്ങിപ്പോവുകയായിരുന്നു. അത്തരമൊരു മത്സരാർത്ഥിയെ ജനം കൈവിട്ട് കളയുക എന്നുള്ളത് തീർത്തും സ്വാഭാവികമായ ഒരു പ്രക്രിയ തന്നെയാണ്. ഇവിടെ ജഡ്ജ്മെന്റ് അല്ല പ്രശ്നം, ജാസ്മിൻ തന്നെയാണ് പ്രശ്നം.
DFK ഈ ചോദ്യം പൊതുസമൂഹത്തോട് ചോദിച്ചിരുന്നെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടി ന്യായമുണ്ടെന്ന് കരുതാമായിരുന്നു. ഏഷ്യാനെറ്റിനോടും ബിഗ് ബോസിനോടും ഈ ചോദ്യം ചോദിച്ചിട്ട് എന്ത് കാര്യം? അവിടെ ആരും കുപ്പായം തുന്നിക്കൊണ്ട് ജഡ്ജിയുടെ കസേരയിൽ കയറിയിരുന്നു കൊണ്ട് ഈ ഷോയെ ജഡ്ജ് ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമല്ലേ? ജനമാണ് ഇതിനെ ജഡ്ജ് ചെയ്തത്. DFK ഉൾപ്പെടെയുള്ള ജനമാണ് ഈ റിയാലിറ്റി ഷോയെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഇപ്പോൾ വിധി പറയുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കേണ്ടത് പ്രേക്ഷകരോടാണ്. കുറച്ചുകൂടി പുറകിലേക്ക് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ചോദ്യം DFKയോട് ചോദിക്കുവാനുണ്ട്. എന്തുകൊണ്ടാണ് ആ ഷോയിൽ നിന്നും ഇടയ്ക്ക് വെച്ച് നിങ്ങളെ പുറത്താക്കിയത്? ജനത്തിന് നിങ്ങളെ ഇഷ്ടമായില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ജനത്തെ വെറുപ്പിക്കുന്ന ഗെയിമായിരുന്നു താങ്കൾ അവിടെ പുറത്തെടുത്തുകൊണ്ടിരുന്നത്. താങ്കളുടെ ഭാഷാന്തരത്തിൽ അനീതിക്കെതിരെയുള്ളൊരു പോരാട്ടമാണ്. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അനീതിക്കെതിരെ നിങ്ങൾക്ക് പോരാടാം, പക്ഷേ നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവർത്തികൾ ഈ ഒരു സമൂഹത്തിന് ഇറിറ്റേഷനായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ തനിത്തങ്കമാണെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും പ്രേക്ഷകർ അതിനെ എടുത്ത് തോട്ടിലെറിഞ്ഞു കളയും. അത് തന്നെയാണ് ഇപ്പോൾ ജാസ്മിനും സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ജാസ്മിൻ ഫൈനൽ 5 വരെയോളം എത്തി എന്നുള്ളതാണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യം. ആ ചോദ്യത്തിന് എന്റെ വ്യക്തിപരമായ മറുപടി, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെ ഒരു ഷോ എന്ന രീതിയിൽ, ഒരു ഗെയിം എന്ന രീതിയിൽ വാച്ച് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരുടെ കണ്ണിൽ കൂടി നോക്കിയപ്പോൾ അവിടുത്തെ നല്ലൊരു ഗെയിമറായിട്ട് അവർക്ക് ജാസ്മിനെ തോന്നിയിട്ടുണ്ട്. അവരുടെ പച്ചയായ വികാരങ്ങളൊക്കെ അവരവിടെ തുറന്നു കാട്ടിക്കൊടുത്തു. അവർ ഫേക്ക് അല്ല എന്ന് സമൂഹത്തിന് തോന്നി. അവർക്ക് അപ്പോഴപ്പോൾ എന്താണോ പ്രതികരിക്കണമെന്ന് തോന്നുന്നത് അതിന് യാതൊരു തരത്തിലുള്ള കൺട്രോളുകളും വെക്കാതെ തുറന്നടിച്ചു. അവരുടെ വ്യക്തിത്വം എന്താണ് എന്നുള്ളത് അവർ സമൂഹത്തെ തുറന്നു കാണിച്ചു. അതൊക്കെ കൊണ്ട് തന്നെ അതിനോട് ഇഷ്ടമുള്ള ഒരു കൂട്ടം ആൾക്കാർ അവർ ജാസ്മിൻ വോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ആവർത്തിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കുറച്ച് അടക്കവും ഒതുക്കവും ഒക്കെ ആയിട്ട് അവിടെ നിന്നിരുന്നെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നറായി ജാസ്മിൻ പുറത്തിറങ്ങി വരുമായിരുന്നു. പക്ഷേ അതിന് കഴിയില്ല ജാസ്മിൻ എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം. ജാസ്മിനാകാൻ മാത്രമേ കഴിയുകയുള്ളൂ. കപ്പിന് വേണ്ടി മറ്റൊരാളാകുവാൻ ഒരിക്കലും ജാസ്മിന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ ഇപ്പോൾ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. അതൊരിക്കലും ജഡ്ജ്മെന്റിലെ അപാകതയല്ല, പ്രേക്ഷകർക്ക് ഇഷ്ടം തോന്നാതിരുന്നത് കൊണ്ട് പ്രേക്ഷകരെടുത്ത് ദൂരെ എറിഞ്ഞതാണ്.